നമ്മൾ കേരളത്തിൽ നിന്ന് നോർത്തിൽ പോകുന്നു. പക്ഷേ ഇന്നും നമുക്ക് ലോക്കൽ ആളുകളെ ലീഡേഴ്സായിട്ട് അങ്ങോട്ട് വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഹ്യൂമിലിറ്റി ഇല്ല. അവർ പറയുന്നത് നമ്മളിപ്പോഴും കേരളക്കാരെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരെ നല്ലതുള്ളൂ, ബാക്കി അവർ പൈസയ്ക്ക് വേണ്ടി. ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ മാറ്റണം. മിനിസ്ട്രിയിലുള്ള ചലഞ്ചസും ഡിഫിക്കൽറ്റിയും പോവർട്ടി എല്ലാം കണ്ട് ഈ കുഞ്ഞുങ്ങൾ ദേ വാണ്ടഡ് ടു ഫൈൻഡ് സംതിങ് എൽസ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് നിങ്ങൾ വിചാരിച്ചു ഇത് ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി. എന്നാൽ പലയിടത്തും ഇന്നുള്ളത് ഈ മലയാളവും അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് സർവീസ്. ദിസ് മലയാളം പീപ്പിൾ സ്റ്റിൽ കൺട്രോൾ ദിസ്. ദാറ്റ് ഈസ് ഡേഞ്ചർ. അവർക്കുള്ള ടോട്ടൽ ഫ്രീഡം, അവരുടെ ബഡ്ജറ്റും എല്ലാം അവർ റേസ് ചെയ്യണം. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ ഡെവലപ്പ് ചെയ്ത് അവർ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റിമി എന്ന ഒരു അന്തർദേശീയ മിഷൻ ഓർഗനൈസേഷൻ്റെ ഓഫീസിലാണ്. അതിൻ്റെ സ്ഥാപകൻ ഡോക്ടർ സജി ലൂക്കോസ്, അദ്ദേഹത്തോടൊപ്പമാണ് ഞാനായിരിക്കുന്നത്. അദ്ദേഹം ഒരു മിഷൻ ലീഡറാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വളരെ ഡെപ്തുള്ള നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു പുസ്തകമാണ് നമ്മുടെ മുൻപിലുള്ളത്. കിങ്ഡം ലീഡർഷിപ്പ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മനോഹരമായൊരു പുസ്തകം. ഇത് മലയാളത്തിലും അവൈലബിൾ ആണ്. ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടാണ് നമ്മളിപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. യെസ് സർ, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. യെസ്, സജി ലൂക്കോസ് എന്ന മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. താങ്കളെ കാണുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ലഭിക്കാറുണ്ട് ഒന്നിച്ച് സംസാരിക്കുമ്പോൾ. എങ്ങനെ പറ്റുന്നു ഈ മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി നൽകാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? അത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ പ്ലാനുമായിരിക്കാം. കാരണം ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരു ഫ്രണ്ടുണ്ട്, കാറൽ മൊല്ലർ. നമ്മൾ ഇന്ത്യയിൽ വെച്ച് ആരും നമ്മളെ അങ്ങനെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്തിട്ടില്ല. ഇവൻ പറഞ്ഞു, സജി യു ഹാവ് എ വിൻസം പേഴ്സണാലിറ്റി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വേർഡ് പോലും കേൾക്കുന്നു, വിൻസം പേഴ്സണാലിറ്റി. ഞാൻ അത് ദൈവം അത് ജീവിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാക്കി. ദൈവം നൽകിയതാണ്. ദൈവത്തിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി മുമ്പേ കണ്ടതുകൊണ്ട് ദൈവം അത് പ്ലാൻ ചെയ്തു, ദൈവം നൽകി എന്ന് മാത്രം. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുമ്പം ഈ ആ പ്രദേശത്തൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പോയാൽ അദ്ദേഹത്തെ ഒരു ഹായ് പറയും, അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യും, അല്ലെങ്കിൽ ആ നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. മാത്രമല്ല വ്യക്തികളെ എൻകറേജ് ചെയ്യുന്നത് ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചുള്ള സന്ദർഭങ്ങളിലെല്ലാം ആളുകളെ അവരുടെ കഴിവുകളെ, അവരുടെ താലന്തുകളെ, അവരുടെ ജീവിത സാക്ഷ്യത്തെയൊക്കെ എൻകറേജ് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു സാധാരണഗതിയിൽ മലയാളികളിൽ നിന്ന് കാണാത്ത ഒരു ക്വാളിറ്റിയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ലീഡർഷിപ്പ് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഒരു ടോപ്പിലെത്തണം, ഒന്നാം സ്ഥാനത്തെത്തണം, അതെല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ആളുകൾ ഈ വളരെ കഠിനാധ്വാനം ചെയ്ത് ഒന്നാം സ്ഥാനത്തൊക്കെ എത്താറുണ്ട്. പക്ഷെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ വളരെ മോശമായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചരിത്രം അത് എനിക്ക് തോന്നുന്നത് ഒരു 90% ആളുകളുടെ ലൈഫിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്കൊന്ന് തുടങ്ങാം. ലീഡർഷിപ്പ് എങ്ങനെയാണ് ഇത്ര മോശമായി പോകുന്നത്? ലീഡർഷിപ്പ് അതിൽ തന്നെ ഒരു മോശം കാര്യമൊന്നുമല്ല, പക്ഷെ ആളുകൾ അതിന് അങ്ങ് ലീഡർഷിപ്പിൽ എത്തിക്കഴിയുമ്പം വളരെ മോശമായിട്ട് പോകും. അതിൻ്റെ കാരണം ഒന്നുകിൽ പ്രൈഡാണ്, അഹങ്കാരം. മനുഷ്യന് എല്ലാവരും തുടങ്ങുന്ന വളരെ സിമ്പിളായിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഞാൻ കൃമിയായിരുന്നു, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അതൊരു സ്പിരിച്വൽ ലീഡർഷിപ്പ് മാത്രമല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് ആളുകൾ എന്ത് ചെയ്യും? കഠിനാധ്വാനം ചെയ്യും. പക്ഷെ വന്നു കഴിയുമ്പോൾ ഐ തിങ്ക് ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് റിസ്ക് എടുക്കുമ്പോൾ അവിടെ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇതൊക്കെ വരുമ്പോൾ മനുഷ്യനുള്ളിൽ അഹങ്കാരം ഉണ്ടാകുമ്പോൾ അത് ഫ്യൂച്ചർ അത് ഫാളിലേക്ക് ലീഡ് ചെയ്യും. അപ്പം ഇതാ സമൂഹത്തിൽ പിന്നെ സൈറ്റാനിക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഗോഡ് ഹെയ്റ്റ്സ് ദ പ്രൗഡ്, ഹി ലിവ്സ് ദ ഹംബിൾ. നമുക്കറിയാം അങ്ങനെ അഹങ്കാരമുള്ള എത്രയോ ആളുകൾ വീണുപോയി നമുക്കറിയാം. അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെയുള്ള പിന്നെ ഒരുപാട് ഫോളോവേഴ്സ്, ഈ ഫോളോവേഴ്സൊക്കെ കാണുമ്പോൾ ഉള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാകും.
അവിടെയാണ് ആളുകൾ പിന്നെ ഫെയിലർ ആകുന്നത്. പിന്നെ ദേ ആർ ബിസി, അവർക്ക് ദേ ഡോണ്ട് ഹാവ് എ ടൈം to sit down and focus and analyze their lives. They are very busy, especially Christian leaders in the failure ഒരു കാരണം too busy. When too busy ആകുമ്പോൾ സൈറ്റൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, മിസ്ഗൈഡ് ചെയ്യുവാൻ. അതിലെ ദാവീദ് യുദ്ധത്തിന് പോകേണ്ട ആളാണ്. യുദ്ധത്തിന് പോകേണ്ട ആള് അന്നത്തെ വൈകിട്ട് വിചാരിച്ചു ഐ എം ഗോയിങ് ടു റിലാക്സ്, റെസ്റ്റ്. സോ you gave an opportunity for the devil to devise a plan to bring you down. So അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ സന്തോഷം, വലിയ മിനിസ്ട്രിയൊക്കെ ചെയ്ത് വലിയ സന്തോഷമായിരിക്കുമ്പോൾ ഓർത്തോണം. And pride will come. Oh, I achieved a lot of things. എൻ്റെ കഴിവുകൊണ്ട് ഇതൊക്കെ നടന്നെന്നുള്ള ആ ചിന്ത വരുമ്പോഴേ ഓർത്തോണം Satan will attack us. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഹംബിളാക, ഓൾ ഗ്ലോറി, ഓൾ പ്രൈസ് ടു കർത്താവിന് കൊടുക്കണം. ഈ കിങ്ഡം ലീഡർഷിപ്പ് എന്നുള്ളതാണ് സാറിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ. ദൈവരാജ്യത്തിലെ ലീഡർഷിപ്പ് അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. അപ്പോൾ ഈ ദൈവരാജ്യത്തിലെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പം കർത്താവാണ് ലീഡർ, കർത്താവ് ലീഡറായിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൽ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ലീഡേഴ്സ് ആയിരിക്കുന്നു അല്ലേ? അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആബ്സല്യൂട്ട്ലി. ഓക്കെ. അപ്പം ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ ഒരു ലീഡർഷിപ്പിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിക്ക് എന്തോ ലീഡർഷിപ്പ് ഇതിനകത്ത് വരുന്നത്? എവരിബഡി ഗോഡ് ക്രിയേറ്റഡ്. ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. കൃപ കൊടുക്കാതെ, ടാലൻറ്റ് കൊടുക്കാതെ ആരെയും ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിട്ടില്ല. അപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യണം. അതിന് നമുക്കൊരു കമ്മ്യൂണിറ്റി ആവശ്യമാണ്. സ്കൂൾ ടീച്ചറെ, പേരൻസ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഇവരെല്ലാവരും ആവശ്യമാണ്. ഈ വ്യക്തിയുടെ ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ്സ്, ടാലൻസ് ഒക്കെ ഐഡൻറ്റിഫൈ, അവനെ എൻകറേജ് ചെയ്യുവാൻ. ആൻഡ് ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ എന്നെ ഡോക്ടർ എബ്രഹാം ഫിലിപ്പ്, ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻ്റ് അങ്കിളാണ്, പുള്ളിയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കി സജി യു ആർ ഗുഡ് ഇൻ ദിസ്, യു ആർ ഗുഡ് ഇൻ ദിസ്, എന്ന് പറഞ്ഞത്. മറ്റാരും അങ്ങനെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നമ്മുടെ ക്വാളിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് എൻകറേജ് ചെയ്യുന്ന ഒരു സ്വഭാവം ആളുകൾക്ക് രീതിയില്ല. പക്ഷെ അദ്ദേഹം അമേരിക്കയിലൊക്കെ പഠിച്ചത് കൊണ്ട് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി സജി യു ആർ എ ഗുഡ് ടീച്ചർ, യു ആർ എ ഗുഡ് പ്രീച്ചർ, യു ഹാവ് ഗിഫ്റ്റ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. പിന്നെ അമേരിക്ക വന്നപ്പം എല്ലാവരും ചെറിയ കാര്യങ്ങളെ പോലും അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ അമേരിക്കൻ ചർച്ചിൻ്റെ പാർട്ടായിരുന്നു, പിന്നെ സെമിനാരിയിൽ. സോ ദേ ലുക്ക് ദേ ഐഡൻറ്റിഫൈ. സോ അതെല്ലാം നമ്മളെ എൻകറേജ് ചെയ്തു. I will come back to kingdom leadership. കിങ്ഡം ലീഡർഷിപ്പ് എന്നെ ചലഞ്ച് ചെയ്തത്, മിനിസ്ട്രി നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ആളുകൾക്ക് ബൈക്ക് കൊടുക്കുന്നു, നമ്മൾ ആളുകൾക്ക് ലാൻഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. കുറേ കഴിയുമ്പം ഈ ആളുകൾ ബൈക്കും കൊണ്ടങ്ങ് പോകുന്നു, അല്ലെങ്കിൽ ലാൻഡ് അവർ പോയി ചർച്ച് വിടുക. അതൊക്കെ ആദ്യ കാലങ്ങളിൽ I started the ministry 28 years old. I went to the seminary. ഇപ്പോൾ almost 40 years I'm in the ministry. അപ്പം അന്ന് എനിക്ക് വളരെ ദുഃഖമായിരുന്നു, ഈ ആളുകൾ ഈ ബൈക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം പിന്നെ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം, ദിസ് ഈസ് ഡിനോമിനേഷണൽ അല്ലെങ്കിൽ മൈ മിനിസ്ട്രി എന്നുള്ള ഒരു തിങ്കിങ് വരുമ്പോഴാണ് ബർഡൻ ഉണ്ടായത്. ഉറങ്ങാത്ത രാത്രികൾ, അത് സ്റ്റുവർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് വേറെ ആരെങ്കിലും തന്നതാണ്, ഒരു പാർട്ടുണ്ട്. പക്ഷേ ഇത് then God taught me this is my kingdom. You are only a steward, you are only a caretaker. I don't own this. ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. അതിനുശേഷം ഐ വാസ് റിലാക്സ്ഡ് ഇൻ ദ മിനിസ്ട്രി. എന്നെ വളരെ ഹെൽപ്പ് ചെയ്ത് ആക്ച്വലി. അപ്പോൾ ഒരു ബ്രദറിനെ, ഇപ്പോൾ എൻ്റെ ചിന്തിക്കുന്നത്, ആ ബ്രദറിന് 4 വർഷം എനിക്കൊരു മോട്ടോർ ബൈക്ക് കൊടുക്കാൻ കർത്താവ് നീ ഒരു കൃപ തന്നല്ലോ, എനിക്കൊരു അവസരം തന്നല്ലോ. അവൻ എവിടെയെങ്കിലും പോയി ആ ബൈക്കും കൊണ്ടുപോയി മിനിസ്ട്രി ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ദാറ്റ് ഹെൽപ്പ് മീ ടു റിലാക്സ് ആൻഡ് ന്യൂ പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് ഈ ബുക്ക് പേരും കൊടുക്കാൻ കിങ്ഡം ലീഡർഷിപ്പ്. God called me to be part of his kingdom, to facilitate his kingdom. I don't own it. I'm not the owner. Everything God gave us by his grace for the ministry. That really helped me. And so ദൈവരാജ്യത്തിൽ ഒരു പങ്കായ ഒരു ലീഡറായിരിക്കാൻ തന്നെ ലഭിച്ച എത്രയോ മഹാഭാഗ്യം. ഒരു കാലത്ത് നമുക്കതിന് യാതൊരു അർഹതയില്ലായിരുന്നു.
ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ മിനിസ്ട്രിയിലാക്കി ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ഓക്കെ, ബൈബിളിലെ ഒത്തിരി കഥാപാത്രങ്ങളിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു ആളെ കാണിച്ചാൽ? നെഹമായ. സോ എന്നെ ദൈവം ഇന്ത്യയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ സെമിനാരിൽ നിന്ന് ഗ്രാജുവേറ്റ് 92-93 കേരളം മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്തു. ആ സമയത്ത് 6 മാസം വായിച്ച ഒരു ബുക്കാണ് നെഹമായ. ദെൻ എവറി ചാപ്റ്റർ. സോ ദെൻ ഞങ്ങളുടെ ഒരു ആനുവൽ കോൺഫറൻസിന് നെഹമായ ഞങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ വേറൊരു അമേരിക്കൻ ഫ്രണ്ട് ഡോക്ടർ ഡോൺ ഹോക്കിൻസ്, ഞങ്ങൾ രണ്ടുപേരുടെ വേറെ പ്രീച്ചേഴ്സ് ഒരുമിച്ച് ചേർന്ന് വി പ്രീച്ച്ഡ് ദ ബുക്ക് ഓഫ് നെഹമായ. സോ നെഹമായ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലീഡേഴ്സ് ഇൻ ദ ബൈബിൾ. വാട്ട് എ മാൻ. എൻ്റെ ലൈഫായിട്ടൊക്കെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം പുള്ളി ഒരു ഫോറിൻ കൺട്രിയിൽ അവിടെ ആയിരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെപ്പറ്റി ഒരു വേദന കൺസേൺ ഉള്ള മനുഷ്യൻ. ഞാനും അതുപോലെ അമേരിക്കയിൽ ഇവിടെ ജോലിക്ക് വന്നു, ബിസിനസ് ചെയ്യാൻ വന്നു, അങ്ങനെ ഉള്ള പ്ലാനിൽ വരുന്നു. 7 സഹോദരങ്ങളുണ്ട്, അവരെ കൊണ്ടുവരണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവവിളി ഉണ്ടായി. അപ്പോൾ ദൈവവിളി ഉണ്ടായപ്പോൾ സെമിനാരി വരുന്നു. ഒന്നുമില്ല, ആക്ച്വലി ഒരു സുവിശേഷകന്റെ മനസ്സോടെ അല്ല അമേരിക്കയിൽ വരുന്നത്. എനിക്ക് സുവിശേഷ ആഗ്രഹമുണ്ട്. അത് പക്ഷേ ജോലി ചെയ്ത് സഹോദരങ്ങളെല്ലാം കൊണ്ടുവരണം. വൺ ഡേ ഐ വിൽ സെർവ് ഫുൾ ടൈം, ബട്ട് നോട്ട് നൗ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1 ജോൺ 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യമാണ് ദൈവനോട് സംസാരിക്കുന്നു. ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ എനിത്തിങ് ഇൻ ദ വേൾഡ്. 17-ാം വാക്യമാണ് എന്നെ ശരിക്കും മേടിച്ചത്. 17-ാം വാക്യം പറഞ്ഞ ലോകം അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ, 6 മാസം നീ എൻ്റെ ഹിതം ചെയ്യുവാൻ നീ ഇഷ്ടപ്പെടുന്നു, ആർ യു റെഡി? അപ്പം കർത്താവ് എനിക്ക് 7 സഹോദരങ്ങളുണ്ട്, അവരുടെ ഉത്തരവാദിത്വം ആരെടുക്കും? ഐ തിങ്ക് ഐ ഹേർഡ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, നീ എന്നെ അനുസരിക്കുക, ഞാൻ അവരുടെ കാര്യം നോക്കിക്കൊള്ളാം. അങ്ങനെ ഒരു ധൈര്യം കിട്ടിയാണ് ഞാനും മോനെയും കൂടെ ന്യൂയോർക്ക് വിട്ട് സെമിനാരി പഠിക്കാൻ വന്നത്. അപ്പോൾ സെമിനാരി പഠിക്കാൻ വേണ്ടി അല്ല അമേരിക്കയിൽ വന്നത്? അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഒരു കോൾ ഉണ്ടായാണ് ഞാൻ ന്യൂയോർക്ക് വിട്ട് ട്രിനിറ്റി ഇവാഞ്ചലിക്കൽ ഡിവിനിറ്റി സ്കൂളിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് സോ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ലീഡർ? എല്ലാ ക്വാളിറ്റി ഉള്ളത് നെഹമായ. So I wrote a book on Nehemiah, Leadership Under Fire. So one of my favorite characters, that my great book is Nehemiah. ഓക്കെ. ഇനി നമ്മളുടെ സെക്യുലർ വേൾഡിലേക്ക് നോക്കിയാൽ ധാരാളം ലീഡേഴ്സ് നമ്മൾ ലോക ചരിത്രത്തിൽ കാണുന്നുണ്ട്. അവരിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു ലീഡർ ആരാ? Gandhi's life. Gandhi is our Indian person. Gandhi's life really touched me. So I always talk about it. And his courage and humility, and his writing, the right time of action, all this kind of these characteristics. Then I will come back to the secular. Then I always talk about Ida Skadar. Even I was in Europe recently. I talked about Ida Skadar, and as a lady, and she experienced the death of 3 pregnant women, giving delivery to the children, and that shocked her. She decided, I will go back to America and study medicine, come back. 1901 she came back. 1901 അവൾ വന്ന് വൺ ബെഡ് ക്ലിനിക് അവൾ ആരംഭിച്ചു വെല്ലൂരിൽ. സോ she forgot to live, forgot to marry, and she dedicated all her life for Indian people. That kind of dedication. ഈ മിഷണറിമാരിൽ പലരുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ ജീവിതത്തെ വലിച്ചെറിഞ്ഞു കൊടുത്ത ഒത്തിരി ലീഡേഴ്സ് നമുക്ക് they are constant encouragement to me. വേറൊരാളിനെ പറ്റി എപ്പോഴും ഞാൻ പറയുന്നത് സീഗൻ ബാഗ്, അറിയാമല്ലോ? സീഗൻ ബാഗ്, ഇന്ത്യയിൽ ആദ്യമായി വരുന്ന മിഷണറി, ലൂതറൻ മിഷണറി. I wrote an article when I was studying about him, a paper, and I talk about him. അദ്ദേഹത്തിൻ്റെ dedication. 36 years old, isn't it? He died in Tanjavur in Tamil Nadu for the people of India by the Bible translation. Then secular, Abraham Lincoln. I studied it and his life, because since I came to America, a lot of things talk about Lincoln. This I'm in Chicago, city of this state is Lincoln's state, Illinois. So
his dependency on God, his courage, poverty, humility. So there are a lot of leaders, but so these are some of the leaders I can very quickly remember. ഈ നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 40 വർഷം ഒരു ലീഡർഷിപ്പ് ലെവലിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഒരു മിഷൻ ഓർഗനൈസേഷന് സ്ഥാപിച്ച് ലീഡർഷിപ്പ് കൊടുത്തു. ഈ സെയിം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള കുറേ ലീഡേഴ്സുണ്ട്, മറ്റു പല ഓർഗനൈസേഷനുകൾ, മിഷൻ ലീഡേഴ്സ്, അങ്ങനെയൊക്കെ ക്രിസ്ത്യൻ ഫീൽഡിലുള്ള സഭാ നേതാക്കൾ, അങ്ങനെയൊക്കെ. ഇവരിൽ സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റുന്ന ആരാ ഉള്ളത്? ഫസ്റ്റ് ഡോക്ടർ എബ്രഹാം ഫിലിപ്പ് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജൊക്കെ സ്ഥാപിച്ച എൻ്റെ ഒരു ഡിസ്റ്റൻ്റ് അങ്കിളാണ്. എൻ്റെ ഫാദറിൻ്റെ കസിനെ കല്യാണം കഴിച്ച പുള്ളി നമ്മുടെ IG PJ അലക്സാണ്ടർ സാറിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. അപ്പം എനിക്ക് പുള്ളിയെ പറ്റി അറിയത്തില്ല. ഞാൻ തിരുവനന്തപുരത്ത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് വിശ്വാസത്തിൻ്റെ പേരിൽ. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് പോകുന്നു. 21 വയസ്സുള്ള MGOവിന് പോകുന്നു. അങ്ങനെ PMG ഗ്രൂപ്പായിട്ട് ഞാൻ അങ്ങനെ കണക്ട് ചെയ്തു. പുള്ളിയുടെ അങ്ങനെയുള്ള പുള്ളി അമേരിക്ക ഒന്ന് പഠിച്ചു, സെമിനാർ തുടങ്ങിയെന്നല്ലാതല്ല, മറ്റുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. PMG ഗ്രൂപ്പിൽ ചെന്ന് കണക്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയെ പോയി കാണുന്നതും. പുള്ളി പിന്നെ അഡോപ്റ്റഡ് ലൈക്ക് ഐ എം ലൈക്ക് ഹിസ് ഓൺ സൺ, സ്പിരിച്വൽ സൺ. അദ്ദേഹം എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാരേജിന് അദ്ദേഹം വന്നില്ല, ഞാൻ വിളിച്ചു. തലേന്ന് അദ്ദേഹം വന്നൊരു 100 ബൈബിളും ഒരു 101 രൂപ അതിനകത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, സജി, ഡോണ്ട് ബി ഡിസീവ്ഡ് ബൈ അമേരിക്ക, കം ബാക്ക് ടു ഇന്ത്യ. ഈ ബൈബിള് എടുക്കാൻ ആരുണ്ട് സജി എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് ഒരു സെൻറ്റൻസ് ലെറ്റർ എഴുതി, സൺ കം ബാക്ക് ടു ഇന്ത്യ, കം ബാക്ക് ടു ഇന്ത്യ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്നെ ഭയങ്കരമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒന്നും നമ്മുടെ കമ്മ്യൂണിറ്റി ആ നിലയിൽ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, അല്ലേ? അറിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുള്ളി വെസ്റ്റേൺ വേൾഡ് പുള്ളി അറിയാമായിരുന്നു. പക്ഷേ ഇന്ത്യനിൽ പുള്ളി വളരെ ഹംബിൾ. യു ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഓൾ ദാറ്റ്. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ് ഓർ എനിത്തിങ്. സിംഗിൾ മൈൻഡഡ് ഫോക്കസ്. ബട്ട് ഹി റേസ്ഡ് 3 children, 3 boys, പവർഫുൾ. ഫസ്റ്റ് മാത്യു, പിന്നെ 2 ഡോക്ടേഴ്സ്. സോ അദ്ദേഹത്തിന് ഞാൻ ഒക്കാത്താണ് മക്കളെന്ന് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്നെ ടച്ച് ചെയ്ത അടുത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ TG കോശി, എക്സ്ക്യൂസ് മീ, TG സാർ മുഖേനയാണ് ഞാൻ സ്ഥാനപ്പെടുന്നത്. അവരുടെ 2 ഗ്രാജുവേറ്റ്സ് ആണ്, നയനാൻ സാർ, AV തോമസുമാണ് ആയൂർ വരുന്നത്. അപ്പം ഞാൻ BCom സെക്കൻഡറി പഠിച്ച സമയത്താണ് ഇങ്ങനെ ലോഡ്ജ് താമസിക്കുന്നത്. അവരെന്നെ കാണുന്നു, വന്നതിനോട് സുവിശേഷം പറയുന്നു. അവർ പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവരെന്നെ ചെങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ബാപ്റ്റൈസ്. അന്ന് സാറ് അവർക്ക് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ അപ്പം നോക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയ ഫിഷായിട്ട് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ സാറ് വന്നു. അങ്ങനെ ഒരു ഷാരോൺ ചർച്ചുമായിട്ട് ആദ്യമായിട്ട് അവർ ബന്ധക്കോ ചർച്ചിൽ പോകുന്നത്. അങ്ങനെ ചെങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സാറ് സ്ഥാനപ്പെടുത്തി. പിന്നെ ഐ ഓൾവേസ് ലുക്ക്ഡ് അറ്റ് distantly. Then we are friends. മണക്കാലെ പോയാലോടൊപ്പം സാർ ആൾസോ ഹാഡ് എ ഐ ഓൺ മീ ആൻഡ് ഹി ലൈക്ഡ് മീ. My father had a problem with him, but whenever he comes to Chicago, he will find some time for me. So he gave me the first Bible, full Bible he gave me. Okay. And after the baptism, I think he gave me the Bible. Then I used and go for the convention. He always give me an opportunity to speak and all that. And so TG Koshar is a huge influence. Then I looked when I studied after my studies I traveled to India, Kerala to Kashmir 6 months. That time 92-93 I met a lot of people in India. So one Dr. Thomas Matthew, Malayali, I'm talking about I met a lot of Malayalis and non-Malayalis. Dr. Thomas Matthew influenced me. When he came to the campus, I washed his feet, and both of them came to see me. We spent time. So I visited his field, I heard his story, so influenced me for the North Indian mission. Then absolutely KP Yohanan's life, and I read his books, and then പുള്ളി മരിക്കുന്നവരെ പലപ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു. He had a great passion for mission, all that. But so there are a lot of people influence, especially so first I will tell you Dr. Abraham Philip, then TG Koshi sir. ഓക്കെ. ഈ ഇന്ത്യൻ മിഷൻ ഒരു കാലഘട്ടം മുഴുവൻ മലയാളി ഡോമിനേറ്റഡ് ആയിരുന്നു. അവർ
ലീഡർഷിപ്പിൽ എല്ലാവരും മലയാളികളായിരുന്നു. അതോ തമിഴിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മൾ ധാരാളം ലീഡേഴ്സ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് കാണുന്നത് അത് പലരുടെയും മിനിസ്ട്രി തകർന്നുപോയി എന്ന് പറയുന്നത് അവരുടെ പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിൻഗാമികളില്ലാതായി. എന്നാൽ നേരത്തെ പറഞ്ഞ തോമസ് മാത്യുവിൻ്റെയൊക്കെ സംബന്ധിച്ചിടത്തോളം മക്കളും മരുമക്കളും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് ലെയർ ഒരു ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ മിഷൻ ലീഡേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ടോ? സാധിക്കാതെ. കാരണം ഒന്നാമത് ഈ മിനിസ്ട്രിയിലുള്ള ചലഞ്ചസും ഡിഫിക്കൽറ്റിയും പോവർട്ടി എല്ലാം കണ്ട് ഈ കുഞ്ഞുങ്ങൾ ദേ വാണ്ടഡ് ടു ഫൈൻഡ് സംതിങ് എൽസ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് നിങ്ങൾ വിചാരിച്ചു ഇത് ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു മിനിസ്ട്രി ഭാഗമാണ് ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി. എന്നാൽ അവർ ആ രീതിയിൽ അവർ പേരൻസിനുള്ള ചർച്ചുള്ള അറ്റാക്കുകളും ലീഡേഴ്സിനുള്ള അറ്റാക്ക് ഇതെല്ലാം അവർ കേട്ട് ഡിസ്കറേജ്ഡ് ആയി. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഐ വിൽ ഹെൽപ്പ് മൈ പേരൻസ്. I will go for a job, secular. അങ്ങനെ പിന്നെ ദൈവം അട്രാക്ട് ചെയ്ത് ചിലരൊക്കെ കർത്താവിൻ്റെ വേലയിൽ പിന്നെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ചിലരൊക്കെ മിനിസ്ട്രിയിൽ നിൽക്കുന്നു. പിന്നെ നമുക്ക് ഇന്നിപ്പം കൂടുതൽ കുഞ്ഞുങ്ങളില്ല. അന്നത്തെ കാലത്തൊക്കെ 3, 4, 5 കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പം 1, 2 ഉള്ളൂ. അവർ എംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെൻറ്റ് ഗോ ഔട്ട്സൈഡ് ഓഫ് കേരള, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെ വരുമ്പം we don't have second or third level. മാത്രമല്ല വേറെ കാര്യം, നമുക്ക് we go to the north, നമ്മൾ കേരളത്തിൽ നിന്ന് നോർത്തിൽ പോകുന്നു. പക്ഷേ ഇന്നും നമുക്ക് ലോക്കൽ ആളുകളെ ലീഡേഴ്സായിട്ട് അങ്ങോട്ട് വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഹ്യൂമിലിറ്റി ഇല്ല. അവർ പറയുന്നത് നമ്മളിപ്പോഴും കേരളക്കാരെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരെ നല്ലതുള്ളൂ, ബാക്കി അവർ പൈസയ്ക്ക് വേണ്ടി ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ മാറ്റണം. അത് വി കനോട്ട് അവരെ കൂടെ ഈ ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് യു ഹാവ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റി. ദെൻ ഓൺലി ദേ കൻ. ഫ്രീഡം അവർക്ക് കൊടുക്കുന്നില്ല. ഇന്നും 21st സെഞ്ച്വറിയിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എല്ലാ ലീഡർഷിപ്പും നമ്മുടെ ഇൻസൈഡ് ഫാമിലി സർക്കിളിൽ. അതേഴ്സ് ആർ സ്റ്റിൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് കേപ്പബിൾ. അതൊക്കെ മാറ്റാത്ത കാലത്തോളം നമുക്ക് വി കനോട്ട് ഡെവലപ്പ് ലോക്കൽ ലീഡർഷിപ്പ്. വി ഹാവ് ടു ചേഞ്ച്. അതിന് നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫെയിലർ ഉണ്ടാകും. ആയിക്കോട്ടെ, that's an opportunity for him to learn lesson. If we are transparent, otherwise another important, we must be transparent in our life. When we travel, we take the local guy with us. He will see our lives, and they will look at Ratnaman. He is with me, and I believe in him, and I give opportunity. Let him fail it, and he will do whatever. And so what I'm saying here, number one, we have to be intentional. Leadership development, we have to be intentional. We have to be humble, and we have to identify the right people, invest on them. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. ഇന്ത്യൻ മിഷൻ വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. പിന്നെ ഒരു പുതിയ ലീഡർഷിപ്പ് അല്ലെങ്കിൽ പുതിയ ആളുകൾ എങ്ങനെ ഇതിൻ്റെ ഈ സ്ട്രഗിളിനെ അതിജീവിക്കുമെന്നാണ് കരുതുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ ലീഡർഷിപ്പ്? ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെ ഇല്ലല്ലോ. അതെന്ന് വെച്ചാൽ പണം വേണ്ടെന്നല്ല, പക്ഷെ അതിനെക്കാട്ടിലും വലുത് ഈ സ്ട്രഗിളുകൾ വരുന്നു അല്ലെങ്കിൽ എതിർപ്പുകൾ വരുന്നു. ഈ കാലഘട്ടത്തിൽ എങ്ങനെ അതിജീവിക്കും അല്ലെങ്കിൽ ലീഡേഴ്സ് അതിനെ എങ്ങനെ നേരിടും എന്നാണ് കരുതുന്നത്? ഒന്നും കൂടെ വ്യക്തമായി പറയാം. എന്തോ ചലഞ്ചസ് എന്തോ ഫേസ് ചെയ്യുന്ന പറയുന്നത്? ഇപ്പം ഇന്ത്യൻ മിഷൻ നേരിടുന്ന പല പ്രതിസന്ധികളുണ്ട്. ഒന്നിപ്പോൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഇപ്പോൾ FCRAയുടെ നിയമമൊക്കെ ഗവൺമെൻറ് സ്ട്രോങ് ആക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയുടെ ആ സെക്കുലറിസത്തിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വേറൊരു പാരഡൈം ഷിഫ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ നമ്മുടെ സ്ട്രാറ്റജികൾ പഴയതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ലീഡേഴ്സ് എന്ത് ചേഞ്ചസ്? We need to have a paradigm shift. We need to ask God. I think I will ഞാനൊരു മൂന്നാല് ആശയങ്ങൾ പറയാം. ഒന്ന്, we must be united. Church must be united. Number 2, we have to നമ്മൾ ലോക്കൽ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യണം. ലോക്കൽ വി ഹാവ് ടു എൻഗേജ് ഇൻ ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്ത് നമുക്ക് ലോക്കലി നമുക്ക് എങ്ങനെ റിസോഴ്സ് ഫണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഐഡിയ. അത് എല്ലാവരും പറയുന്ന സ്കൂളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ,
അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. വേറെ ഏതെല്ലാം രീതിയിലാണ്, പുതിയ രീതിയിൽ നമ്മൾ എങ്ങനെ നമുക്ക് റിസോഴ്സ്. പിന്നെ അനദർ വൺ ടീച്ചിങ്. പോൾ, ജീസസ് വാസ് എ ബൈവൊക്കേഷണൽ, പോൾ വാസ് എ ബൈവൊക്കേഷണൽ. അതങ്ങോട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ആളുകൾക്ക് നമ്മളോട് എതിർപ്പാണ്. പക്ഷേ അതേ ഒരു ജോലിയോടൊപ്പം കർത്താവിന് ഒരു ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മെൻറ്റർ ചെയ്താൽ, അനോയിൻ്റ് ചെയ്താൽ, ഹീ ക്യാൻ കണ്ടക്ട് എ മീറ്റിംഗ് സൺഡേ, ഹീ ക്യാൻ ഗോ ഈവനിങ്, ഹീ ക്യാൻ ഡു സം പ്രീച്ചിങ് ആൻഡ് സ്റ്റാർട്ട് ഡിസൈപ്പിൾഷിപ്പ്, ഈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് we have to, we have it, people are doing now, we have to do it, that is the only way. Then show the love of Christ in our society, and so many ways we are look at various, how can we, they should not feel നമ്മൾ അവരുടെ ഒരു എനിമിയായിട്ട് അവർ ചിന്തിക്കരുത്. ഹൗ ക്യാൻ വി ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ സൊസൈറ്റി, അത് നമ്മൾ ചിന്തിക്കണം ഏതെല്ലാം രീതിയാണെന്നുള്ളത്. Then pray for them, be united as don't fight. Now we need to have our testimony. Many times we don't have good testimony. അവർക്കറിയാം ഇത് ഇതിനകത്തുള്ള. we need to be absolutely honest, absolutely transparent, live humbly, faithfully, loving everybody. നമുക്ക് തന്നെ യാതൊരു സ്നേഹമില്ല ഒരു കമ്മ്യൂണിറ്റി. അവരത് കാണുന്നു നമ്മൾ ഫ്രാഗ്മെൻറ്റഡാ and they hate each other. അതെല്ലാം നമ്മൾ we have to live like Christ. Very important today, today's world. അത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ക്രിസ്തുവിനെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എവിടെ പോയാലും നമ്മൾ വിജയിക്കും. ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ശ്രമമാണ് ദൈവം അതിനെ ആഗ്രഹിച്ചാൽ ദൈവം അതിലേക്ക് നമ്മളെ നടത്തും. അങ്ങനെയാണ് എവിടെ പോയാലും നമുക്ക് വിജയിക്കാം. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കും. ഒരു 10-40 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വന്ന് താമസിച്ച് ഇവിടെ ജീവിക്കുന്നു, അപ്പോൾ തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ആ നിലയിൽ പോകുന്നു. സാധാരണ മലയാളികൾ ചെയ്തതുപോലെ മിഷനിലോ അല്ലെങ്കിൽ ലീഡർഷിപ്പിലോ ഒക്കെയുള്ള മലയാളികൾ ചെയ്തതുപോലെ ഇവിടെ ഒരു സഭ സ്ഥാപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല സാർ. അപ്പോൾ തന്നെ മലയാളികളുമായിട്ട് നല്ലൊരു റാപ്പൗട്ടും ഒരു ബന്ധവും സ്നേഹവും ഒക്കെ നിലനിർത്തുന്നുമുണ്ട്. ഈ പലരും ചെയ്തതുപോലെ ഒരു ലൊക്കാലിറ്റിയിൽ താമസിച്ചു അവിടെയുള്ള ജനങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പോകുന്ന ഒരാളല്ല. ത്രൂ ഔട്ട് അമേരിക്കയിൽ എല്ലായിടവും യാത്ര ചെയ്യുകയും എല്ലാവരെയും കാണുകയും എല്ലാവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരാൾ. ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാവിയെക്കുറിച്ച് എന്താ പറയുന്നത്? മലയാളം ചർച്ചുകൾ എൻ്റെ അഭിപ്രായത്തിൽ അനദർ 40-50 years വിത്തിൻ ആ ടൈമിനുള്ളിൽ it will, from the history, from the other, when I look at history of immigrants came from Germany or Switzerland or Sweden and other places, looking their history, or Koreans, and look, നമ്മുടെ മലയാളം ചർച്ചുകൾ ഒരു 40-50 years കൂടെ കാണത്തുള്ളൂ. പിന്നെ ഓൾഡർ ജനറേഷൻ will die. പിന്നെ വരുന്ന സെക്കൻഡ് തേർഡ് ജനറേഷൻ. സോ അതിൽ കുറച്ച് പേരൊക്കെ എത്നിസിറ്റിക്ക് വേണ്ടി they will do something. പക്ഷേ നമ്മൾ ഇതിനകത്ത് മിക്സപ്പ് ആയി. So what we need to do, we need to set up a second generation churches. മലയാളം ഉള്ളപ്പം തന്നെ Koreans have a good example. I learned that they have an older generation, they want to speak in Malayalam. അവരുടെ congregation അതേ സമയത്ത് second and third generation another church is going on full time. അത് നമ്മുടെ മലയാളികൾ അങ്ങനെ വരുമ്പോൾ എന്ത് ഇവർ they will die and go, but this church, this second and third generation will continue. പക്ഷെ അവരെ നല്ല രീതിയിൽ നമ്മൾ അവരെ ട്രാൻസിഷൻ ചെയ്യണം. പലയിടത്തും ഇന്നുള്ളത് ഈ മലയാളവും അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് സർവീസ്. ദിസ് മലയാളം പീപ്പിൾ സ്റ്റിൽ കൺട്രോൾ ദിസ്. ദാറ്റ് ഈസ് ഡേഞ്ചർ. അവർക്കുള്ള ടോട്ടൽ ഫ്രീഡം, അവരുടെ ബഡ്ജറ്റും എല്ലാം അവർ റേസ് ചെയ്യണം. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ ഡെവലപ്പ് ചെയ്ത് അവരെ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കുന്നത്. So leaders need to have humility, leaders need to have a passion, leaders need to be humble to release young people in our congregation, develop. എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ ഇന്ന് നമുക്ക് ഇവിടുന്ന് പാസ്റ്റേഴ്സ് ഇല്ല, നമ്മുടെ യങ് പീപ്പിൾ ഇല്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് മർത്തോമയിലും ജാക്കോബിലൊക്കെ ഞാൻ ആളുകളെ കാണുന്നു. ഇവിടെ അവരുടെ ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ ലീഡേഴ്സ് അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഐ ഡോണ്ട് നോ വൈ. So we have to identify people, send it to seminaries and Bible college, invest, and they give them good salary.
നമ്മുടെ പഴയ ഒരു വിശ്വാസം ജീവിക്കാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ വി നീഡ് എ ബഡ്ജറ്റ്. അവർക്ക് വീടിന് റെൻറ്റ്, അവർക്ക് മോർഗേജ് കൊടുക്കണം, പിള്ളേർ. സോ ഈ ഗവ് എ സാലറി 60,000 or 70,000. ഒരു കമ്പനി പോയാലും അവന് കിട്ടും. Any church can do it. I think our Indian church are doing that now. So once we give a good support for them, our young people will be ready to, for full-time ministry, carry on the ministry. We need actually, we need desperately a lot of leaders, young leaders. ഓക്കെ. കിങ്ഡം ലീഡർഷിപ്പ് ഈ ബുക്ക് എഴുതിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾ, 10 വർഷത്തിൽ മേലെ ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ബുക്കായി. അതെ. വേറെ ബുക്കുകൾ പുതുവല്ലോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതോ? പറഞ്ഞ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. അത് നോക്കുമെങ്കിൽ ഈ PCNA കോൺഫറൻസിൻ്റെ റിലീസിന് താല്പര്യമുണ്ട്, പക്ഷേ വന്നിട്ടില്ല. അത് സ്റ്റഡി ഓൺ ദി ബുക്ക് ഓഫ് ജോബ്. ഞാൻ 3 വർഷമായിട്ട് ഓരോ വാക്കുകൾ ഇങ്ങനെ പഠിക്കുമായിരുന്നു, അനലൈസ് ചെയ്യുമായിരുന്നു. അത് പല കാരണങ്ങളുണ്ട് ഞാൻ എഴുതിയൊരു ബുക്കാണ്. സോ മൈ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് came premature. My daughter had epilepsy. The second child has a kind of syndrome. Now I just found out, I finished the book, and in that paragraph I write that from all these trials, we cannot question God. You can question God, but God will not be offended by it. But this is all preparation, and God is going to use us in instruments. We will come out pure as gold. So I found out my baby sister has diagnosed with cancer, breast cancer. So this is all the context of writing that, and so I'm so blessed. പക്ഷേ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ I see more testing is happening, challenges happening. So anyhow, that's a new book. ഇന്ന് നമ്മൾ രാവിലെ ഇങ്ങോട്ട് ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ ഭാര്യമാർ ഇതിനകത്തൊരു മിഷൻ ലീഡറുടെ ഭാര്യ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മോനി ആൻറ്റിയെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. താങ്ക് യു. യു ആർ ബ്ലെസ്ഡ് because of plenty. I am blessed. എനിക്ക് God gave me Moni, such a humble, sincere, no corruption. She is such a sincere girl. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. So she is very talented. She is such a caring person. She goes extra mile serving others. My house is open and she will not complain. Anytime I can bring anybody, she will say yes. And so without a good life partner, you cannot advance mission peacefully, joyfully. അല്ലെങ്കിൽ മിഷനൊക്കെ ചെയ്യും, പക്ഷേ you are broken inside it. So I can be very happy. I'm very happy because of my dear wife Moni. So she is a strong supporter, pillar of this ministry. India is blessed by my wife. Okay. ഞങ്ങളൊന്നിച്ച് സംസാരിച്ച് വളരെ ഷോർട്ടായിട്ടാണ് സംസാരിച്ചത്, അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കിങ്ഡം ലീഡർഷിപ്പ് എന്നുള്ള ഈ കൺസെപ്റ്റ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ തന്നെ ഈ ബുക്ക് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതായിരിക്കും. എനിവേ, ഈ ബുക്കുമായി ബന്ധപ്പെട്ട് ലീഡർഷിപ്പിനെ കുറിച്ച് 12 ചാപ്റ്റർ, 12 lessons that I learned in my life. ഓക്കെ. ഈ 12 പാഠങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. ദൈവം അനുവദിച്ചാൽ അധികം വൈകാതെ അതൊരു 12 എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. എനിവേ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു.